ഹലോടാ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ IT ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. സോ നോക്കുക, ഏതൊക്കെയാണ് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം നോക്കുക, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? പല ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഞാൻ ഷഫിൾ ചെയ്തിട്ടാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സോ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ചാൾസ് ബാബേജ്. ഓക്കെ, ദെൻ ഇന്ത്യയുടെ സൈബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ഇന്ത്യയുടെ സൈബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ഉത്തരം ചെന്നൈ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ആട്ടോ, ഇന്ത്യയിലെയാണ്, കേരളത്തിലെ അല്ല. ഓക്കെ, ഉത്തരം ഹൈടെക് സിറ്റി, ഹൈദരാബാദ്. അടുത്ത ചോദ്യം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഇത് നമ്മൾ ചിത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നതായിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതിന് ഉദാഹരണങ്ങൾ, ഉത്തരം വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മാക് OS iOS ആപ്പിളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ദെൻ ലിനക്സ്, ഇതൊക്കെ GNU ലിനക്സ് എന്ന് പറയുന്ന ഇതൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. ദെൻ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നിർമ്മാതാക്കളിൽ ഒരാളാണ്. ഉത്തരം നിങ്ങൾക്ക് ഏതോ എഴുതാം, ഡെല്ല്, HP, ലെനോവോ, ഇതൊക്കെ എന്താണ്? വലിയ കമ്പ്യൂട്ടർ ഭീമന്മാരാണ്, ഓർത്തു വയ്ക്കാം. ദെൻ ഇന്റർനെറ്റ് എക്സ്പ്ലോററിന് പകരമായി മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച വെബ് ബ്രൗസർ ഏതാണ്? ഓക്കെ, ഇന്റർനെറ്റ് എക്സ്പ്ലോററിന് പകരമായി മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച വെബ് ബ്രൗസറാണ്. ഉത്തരം മൈക്രോസോഫ്റ്റ് എഡ്ജ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൈബർ സുരക്ഷാ ഏജൻസിയായ CERT എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഓർത്തു വയ്ക്കുക, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഓക്കെ, CERT കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ. അടുത്ത ചോദ്യം, ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായി സേവ് ചെയ്യപ്പെടുന്ന ചെറിയ ഡാറ്റ ഫയലുകളെ എന്ത് പേരിലാണ് പറയുക? ഓർത്തു വയ്ക്കുക, അതിന് പറയുന്ന പേരാണ് കുക്കീസ്. അടുത്ത ചോദ്യം, QR കോഡ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഓർത്തു വയ്ക്കുക, നിങ്ങൾ നമ്മുടെ വീഡിയോയിലൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്തതാണ്. ക്വിക്ക് റെസ്പോൺസ് കോഡ്. QR കോഡ്, ക്വിക്ക് റെസ്പോൺസ് കോഡ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഉത്തരം വിൻഡോസ് 11. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതാണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ആണ്. ഓർത്തു വയ്ക്കുക, ഒരു അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ALU ഉണ്ടായിരിക്കും, ഒപ്പം ഒരു കൺട്രോൾ യൂണിറ്റ് CU ഉണ്ടായിരിക്കും. ഓർത്തു വയ്ക്കാം. നോക്കാം, കമ്പ്യൂട്ടറിലെ കീബോർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മുകളിലായിട്ട് F1, F2, F3 എന്ന് പറഞ്ഞാണ്ട് കീകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഫംഗ്ഷൻ കീകളാണ്. കമ്പ്യൂട്ടറിലെ കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീകളുണ്ട്? ഉത്തരം 12 എണ്ണമാണ്. F1 മുതൽ F12 വരെ. ഇതിനൊക്കെ വ്യത്യസ്തമായ ഫംഗ്ഷനുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, LAN എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് ഏതാണ്? ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് ഏതാണ്? ഉത്തരം irctc.co.in. ഓക്കെ, IRCTC ആണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനം ആരംഭിച്ച ബാങ്ക് ICICI. ഇക്കിക്കി ബാങ്ക് അല്ലെ, ICICI ബാങ്ക്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ഇമെയിൽ അയച്ചത് ആരാണ്? ലോകത്തിലെ ആദ്യ ഇമെയിൽ അയച്ചത് ആരാണ്? ആ വ്യക്തിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം റേ ടോംലിൻസൺ. അടുത്ത ചോദ്യം, ഇന്റർനെറ്റിൽ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെ എന്താണ് വിളിക്കുന്നത്? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സോഫ്റ്റ്വെയർ അല്ലെ ആപ്പുകളുണ്ട് അല്ലേ? അപ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം E-commerce. എന്താണ്? E-commerce.
വിക്കിപീഡിയയുടെ സ്ഥാപകൻ ആരാണ്? വിക്കിപീഡിയ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറേ കേട്ടതായിരിക്കും വിക്കിപീഡിയ. വിക്കിപീഡിയയുടെ സ്ഥാപകൻ ഉത്തരം ജിമ്മി വെൽസ് ആൻഡ് ലാറി സാംഗർ. അടുത്ത ചോദ്യം, വിക്കിപീഡിയയിലെ എല്ലാ വിവരങ്ങളും ശരിയായിരിക്കുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്? വിക്കിപീഡിയ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ആർക്കും വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നാൽ തെറ്റായ വിവരങ്ങൾ ഉണ്ടാകാൻ എന്ത് ചെയ്യുന്നുണ്ട്? സാധ്യതയുണ്ട്. പക്ഷെ അത് മുഴുവനായും തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുമില്ല. അടുത്ത ചോദ്യം, കേരള സർക്കാർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സൗജന്യ ലാപ്ടോപ്പ് പദ്ധതിയുടെ പേരെന്താണ്? ഓർത്തു വെക്കുക നിങ്ങൾ ഉത്തരം വിദ്യാ ലാപ്ടോപ്പ്. എന്താണ് വിദ്യാ ലാപ്ടോപ്പ്? ഇന്ത്യയിൽ ഇന്റർനെറ്റ് വ്യാപനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം ഡിജിറ്റൽ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ ഇന്റർനെറ്റിന്റെ വ്യാപനം വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാർ ഏറ്റെടുത്തുള്ള പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള പദ്ധതി. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇമേജസ് ആയി ബന്ധപ്പെട്ട് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട ഒരു വേർഡ് ആയിരിക്കും JPEG. ഓക്കെ, JPEG. എന്താണ് JPEGന്റെ ഫുൾ ഫോം? ഓർത്ത് വയ്ക്കാം, ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ്. എക്സ്റ്റൻഷൻ ആണ് JPEG, ജിഫ് കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സോഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? OS ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ലിനക്സ്. കേട്ടിട്ടുണ്ടായിരിക്കും ലിനക്സ്. ഓക്കെ, OS ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നിങ്ങൾ VPN ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. VPNന്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. VPN ആയിരിക്കും നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോമുകൾ നിങ്ങൾ പഠിക്കണം. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. URL നിങ്ങൾ കേട്ടിട്ടില്ല? URL ഏതാണെന്നുള്ളത്. അപ്പോൾ URLന്റെ പൂർണ്ണ രൂപം ഏതാണ്? ഉത്തരം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URLന്റെ ഫുൾ ഫോം. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി ഇന്റർനെറ്റ് ഉപയോഗിച്ച രാജ്യം ഏതാണ്? ആദ്യമായിട്ട് ലോകത്ത് ഇന്റർനെറ്റ് ഉപയോഗിച്ചത് അമേരിക്കയാണ്. ഇന്ന് ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വോട്ടെണ്ണൽ നടന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വോട്ടെണ്ണൽ നടന്നത് കേരളത്തിലാണ്. കേരളത്തിലെ പറവൂർ മണ്ഡലത്തിൽ. സൈബർ സുരക്ഷാ രംഗത്തെ പ്രധാന വെല്ലുവിളികളെ എന്തൊക്കെ പേരിൽ പറയാം? നമുക്ക് ഇത് നമ്മൾ മറ്റു വീഡിയോകളിൽ ചർച്ച ചെയ്താണ്. ഫിഷിംഗ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. ഹാക്കിംഗ്, ഫിഷിംഗ്, മാൽവെയർ ആക്രമണങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക? സൈബർ സുരക്ഷാ രംഗത്തെ പ്രധാന വെല്ലുവിളികൾ. HTTPയുടെ പൂർണ്ണ രൂപം എന്താണ്? HTTP ഓർത്തു വയ്ക്കുക, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTP. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ അധികം ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.